നമസ്കാരം. തദ്ദേശ തിരഞ്ഞെടുപ്പ് സംസ്ഥാനത്താകമാനം വലിയ നിലയിൽ പ്രചാരണ ചൂടിലായിരിക്കുകയാണ്. ഈ സമയത്ത് എറണാകുളം ജില്ലയിൽ പ്രത്യേകിച്ച് തൃപ്പൂണിത്തുറയിൽ മത്സരം കനക്കുകയാണ്. BJPയും CPMും നേർക്കുനേർ പോരാടുന്ന സ്ഥലം കൂടെയാണ് തൃപ്പൂണിത്തുറ. ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് BJPയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീകുട്ടൻ തുണ്ടത്തിലാണ്. അദ്ദേഹം ഇപ്പോൾ ഇവിടെ മത്സരിക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. സ്വാഗതം. എന്താണ് BJPയെ സംബന്ധിച്ചിടത്തോളം തൃപ്പൂണിത്തുറയുമായി ബന്ധപ്പെട്ട് നിലവിലെ ഒരു അവസ്ഥ? തൃപ്പൂണിത്തുറയിൽ BJP ഭരിക്കും. അത് ഇപ്പോൾ BJPയുടെ ഒരു ചുമതലയിലിരിക്കുന്ന ആളെന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുന്നതല്ല. തൃപ്പൂണിത്തുറയുടെ മനസ്സങ്ങനെയായി. അപ്പോൾ അതിന് ഒരുപാട് പിൻബലമുള്ള കാര്യങ്ങളുണ്ട്, സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ നിരവധിയായിട്ടുള്ള മാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുന്നുണ്ട്. തൃപ്പൂണിത്തുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃപ്പൂണിത്തുറയുടേതായുള്ള, അതായത് കേരളത്തിലെ മൊത്തത്തിൽ മറ്റ് സ്ഥലങ്ങൾ പോലെയല്ല തൃപ്പൂണിത്തുറ ലോകത്തിന് മുമ്പിൽ തന്നെ അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. അതെ, നമ്മൾ തന്നെ കേട്ടിട്ടുണ്ട്, ഒരു രാജ പാരമ്പര്യം നിലനിൽക്കുന്ന ഒരു സ്ഥലം. രാജവീതി എന്നാണല്ലോ എപ്പോഴും തൃപ്പൂണിത്തുറയുടെ റോഡുകൾ അറിയപ്പെടുന്ന രാജവീതി എന്നാണ്. അത്തം എന്ന് പറയുന്ന കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഓണാഘോഷവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കുന്ന ഒരു സ്ഥലം. അതുപോലെ തന്നെ തൃപ്പൂണിത്തുറ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ RLV കോളേജ് പോലെ ലോകത്ത് തന്നെ അറിയപ്പെടുന്ന, ലോകത്ത് കലാകാരന്മാരുടെ പേരിനൊപ്പം ഏറ്റവും പ്രധാനമായിട്ട് അറിയപ്പെടുന്ന രണ്ട് സ്ഥലങ്ങളാണ്. ഒന്ന് കലാമണ്ഡലവും അതേപോലെ RLV. അതെ, നമ്മുടെ ദാസേട്ടനടക്കമുള്ള ആളുകൾ പഠിച്ചിട്ടുള്ള സ്ഥലം. അപ്പോൾ അങ്ങനെ വലിയ പ്രാധാന്യമുണ്ട് തൃപ്പൂണിത്തുറയെ സംബന്ധിച്ചിടത്തോളം. ഇത് കൂടാതെ മറ്റൊരു പ്രാധാന്യം കൂടി, ഒരുപാട് കാര്യങ്ങളുണ്ട്. എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ നിരന്തരം കേൾക്കുന്ന കാര്യങ്ങൾ സൂചിപ്പിച്ചു പോവുകയാണ്. ഇപ്പോൾ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ എല്ലാവർക്കും അത് അറിയണമെന്നില്ല. 1 ഡേ ക്രിക്കറ്റ് മാർച്ച്, പരിമിത ഓവർ ക്രിക്കറ്റ് തുടങ്ങുന്നത് തന്നെ അതിൻ്റെ ചരിത്രത്തിൽ അത് ആദ്യമായിട്ട് നടത്തുന്നത് ലോകത്ത് അത് തൃപ്പൂണിത്തുറയിലാണ്. അതിൻ്റെ ചരിത്രം ഉറങ്ങുന്ന മണ്ണാണ്. രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ അവർ തുടങ്ങിയിട്ടുള്ള ഒരിതാണ് പരിമിത ഓവർ. അതിനു മുമ്പ് വരെ പരിമിത ഓവർ ക്രിക്കറ്റ് ഇല്ല. അപ്പോൾ അത് തുടങ്ങിയിട്ടുള്ള സ്ഥലമാണ്. അങ്ങനെ തൃപ്പൂണിത്തുറയെ കുറിച്ച് പറയുകയാണെങ്കിൽ തൃപ്പൂണിത്തുറയുടേതായിട്ടുള്ള ഒരു രീതി, ഒരു സംസ്കാരം, പൈതൃകം എല്ലാം ഉയർത്തിപ്പിടിക്കാനായിട്ടുള്ള കലാപാരമ്പര്യം, അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങളുള്ളൊരു മണ്ണാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് എന്ത് തരത്തിലുള്ള മാറ്റം ഇന്ന് വന്നു, എങ്ങനെയാണ് തൃപ്പൂണിത്തുറയുടെ സാധ്യതകളെ ഇതുവരെ ഭരിച്ചു വന്നിരുന്ന ആളുകൾ ഉപയോഗിച്ചിരിക്കുന്നതെന്നനുസരിച്ചിട്ട് അതിൻ്റെ ഇന്നത്തെ റിസൾട്ടാണ് ആളുകൾ തീരുമാനിച്ചിരിക്കുന്നത്. അവിടെ ഭരിക്കേണ്ടത് BJP ആണ് എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. ഇപ്പോൾ പ്രധാനമായിട്ടും, അതായത് കൊച്ചി കോർപ്പറേഷൻ, കൊച്ചി എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന രീതിയിലുള്ള ഒരു സ്ഥലമാണ്. എല്ലാ സെലിബ്രിറ്റികളും അതുപോലെ തന്നെ ബിസിനസ്സും എല്ലാം കൂടെ ഒരു കേന്ദ്രം ഉണ്ടെങ്കിൽ അത് കൊച്ചിയാണ്. ആ കൊച്ചിയോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണ് തൃപ്പൂണിത്തുറ. ഇപ്പം രാജവീതിയാണ്, അല്ലെങ്കിൽ നമ്മുടെ പൂർണ്ണത്രേശ്വര ക്ഷേത്രമുണ്ട്, എല്ലാം കൊണ്ടും വളരെ ഫേമസ് ആണെങ്കിൽ പോലും അതിൻ്റേതായ രീതിയിൽ ഒരു വികസനം അല്ലെങ്കിൽ കൃത്യമായ രീതിയിലുള്ള ഡെവലപ്മെന്റ് അവിടെ നടന്നിട്ടുണ്ടോ? അതില്ല എന്നുള്ളത് നമുക്ക് പകൽ പോലെ വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം നേരത്തെ പറഞ്ഞാണ് അതിൻ്റെ സാധ്യത. നമുക്ക് കലാപരമായിട്ട്, പൈതൃകപരമായിട്ട്, സാംസ്കാരികപരമായിട്ട് വളരെ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു സ്ഥലമായിട്ട് ഒരു തലത്തിൽ അങ്ങനെ നിൽക്കുന്നു. കലാപാരമ്പര്യം, വാദ്യഘോഷങ്ങളുടെ ഒരു ഈറ്റിലമായിട്ടൊക്കെ നിൽക്കുകയാണ്. ഇതൊക്കെ നിൽക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ മെട്രോ വന്നു ചേരുന്നതോടുകൂടി ഒരു മെട്രോ സിറ്റി ആയിട്ട് മാറുന്ന, പലതരത്തിലും പല ക്ലാസിഫിക്കേഷൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ഇപ്പോൾ ചിലവർ പാൻ സിറ്റി, ഒരു ഉപഗ്രഹ നഗരം എന്നുള്ള നിലയിൽ വളർന്നു വരേണ്ട ഒരു സ്ഥലമാണല്ലോ തൃപ്പൂണിത്തുറ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ അതിനനുസരിച്ച് മെട്രോ വരുന്നതോടുകൂടി വലിയ വികസന സാധ്യതകൾ ഉണ്ടാകേണ്ട ഒരു സിറ്റിയെ യാതൊരു വിധത്തിലും അതിന്റെ യാതൊരു ഗുണഫലങ്ങളും ഇല്ലാത്തൊരു സ്ഥലമായിട്ട് മാറ്റി എന്നുള്ളതാണ്. ഇതിലെ ഒരു ഉദാഹരണം അതിനെക്കുറിച്ച് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതായത് മെട്രോ പോലൊരു പ്രധാനപ്പെട്ട 10,000 കോടി രൂപ മുടക്കിയിട്ടുള്ള ഒരു പദ്ധതി വരുന്നു. സ്വാഭാവികമായിട്ടും എന്താണ് ചെയ്യുക? മെട്രോ പോലുള്ള പദ്ധതികൾ വരുമ്പോൾ പരമാവധി സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ ഒരു പദ്ധതി വരുമ്പോൾ അതിൽ നിന്നും പരമാവധി സാമ്പത്തികം ഫണ്ട് മേടിച്ചെടുത്ത് അതിൻ്റെ അനുബന്ധ പ്രവർത്തനങ്ങൾ, മെട്രോ വരുന്നത് കൊണ്ടുള്ള ഗുണം എന്താ? മെട്രോ മാത്രം വരുന്നു എന്നുള്ളതല്ല, അതിൻ്റെ താഴെ 22 മീറ്റർ വീതിയിലുള്ള റോഡ് വരുന്നു. റോഡ് ഗതാഗതം കുറച്ചുകൂടി സൗകര്യമാകുന്നു എന്നുള്ളതാണ്. പക്ഷേ തൃപ്പൂണിത്തുറയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, തൃപ്പൂണിത്തുറയിലേക്ക് എത്തുമ്പോൾ ഈ 22 മീറ്റർ റോഡ് അവിടെ ഇല്ല.
തൃപ്പൂണിത്തുറയുടെ ഏറ്റവും അവസാനത്തെ സ്ട്രെച്ചിലേക്ക് എത്തുമ്പോൾ എസ് എൻ ജംഗ്ഷൻ മുതൽ തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷൻ വരെയുള്ളതാണ് ഏറ്റവും അവസാനത്തെ സ്റ്റേഷൻ. ഈ സ്റ്റേഷനിടയിൽ അത് 22 മീറ്റർ എന്നുള്ളത് 16 മീറ്റർ ആയിട്ട് ചുരുങ്ങുന്നു. എങ്ങനെയാണ് അത് ചുരുങ്ങിയെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഒരു വികസനത്തിനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യതകളെ ഉപയോഗിച്ചില്ല എന്ന് മാത്രമല്ല, അതിനെ തല്ലിക്കെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം കൂടി നടന്നിട്ടുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ വിശ്വസിക്കില്ല. പക്ഷേ നമുക്ക് പബ്ലിക് ഡോക്യുമെന്റ് നമ്മുടെ മുമ്പിൽ ഇരിക്കുകയാണ്. ഒരു മുനിസിപ്പാലിറ്റി, ഒരു നഗരസഭ ഭരിക്കുന്ന ആളുകൾ കൊച്ചി മെട്രോ പോലെ ഇത്രയും വലിയ 10,000-കണക്കിന് കോടി രൂപ മുടക്കിയുള്ള ഒരു പ്രൊജക്റ്റ് നടക്കുന്ന സ്ഥലത്ത് അവരോട് അങ്ങോട്ട് ചെന്ന് ആവശ്യപ്പെടുകയാണ്, ഏറ്റവും അവസാനത്തെ സ്ട്രെച്ചിലെ സ്ഥലം മുനിസിപ്പാലിറ്റി, ഒരു നഗരസഭ ഏറ്റെടുക്കാം എന്ന് പറഞ്ഞ് ചെല്ലുകയാണ്. എന്തൊരു മാനസികാവസ്ഥ, എന്താണ് അതിൻ്റെ പുറകിലുള്ള അവരുടെ മാനസികാവസ്ഥ എന്നുള്ളത് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഒരു പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ബസ് ടെർമിനലിൽ വരാനുള്ള സാധ്യതകൾ, ഒരു വലിയ ഹബ്ബായിട്ട് മാറാനുള്ള സാധ്യതകളൊക്കെ വരുമ്പോൾ അത് മുനിസിപ്പാലിറ്റിയുടെ റോഡായിട്ടിരുന്നാലുള്ള ഗുണങ്ങൾ അല്ലെങ്കിൽ അതുമായിട്ട് അനുബന്ധ കാര്യങ്ങൾ ചെയ്യാൻ ആണെന്ന് ഒരു പക്ഷെ പോസിറ്റീവായിട്ട് വേണം ചിന്തിക്കാം. പക്ഷെ ഇങ്ങനെയൊന്നും പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന ആളുകളല്ല ഇതിൻ്റെ ഭരണത്തിലുള്ളത് എന്നുള്ള വേറൊരു വശം. ഇനി അങ്ങനെ ചിന്തിച്ചാലും എങ്ങനെയാണ് ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടിങ്ങോടുകൂടി നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട പദ്ധതിയിൽ അങ്ങോട്ട് ചെന്ന് സ്ഥലം ഏറ്റെടുക്കാം എന്ന് പറയുന്ന ഏത് ഭരണ സംവിധാനമുണ്ട്? അങ്ങോട്ട് ചെല്ലുന്നു. ഇനിയാണ് രസം, അങ്ങോട്ട് ചെന്നതിന് ശേഷം ഒരു 1.5 വർഷക്കാലം ഇവർ ആലോചനയൊക്കെ നടത്തി ഇതിൻ്റെ എസ്റ്റിമേറ്റ് ഒക്കെ എടുത്തപ്പോൾ ഒരു മുനിസിപ്പാലിറ്റിക്ക് ചെയ്യാൻ പറ്റാത്തതാണ് എന്ന് മനസ്സിലാവും. ഉടനെ അത് ആലോചന എടുത്ത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇത്രയും നാൾ വരുന്നു, 1 വർഷക്കാലം എടുക്കുന്നു എന്നുള്ളതാണ്. എന്നിട്ട് വീണ്ടും MLA-യും, അന്നത്തെ MLA എന്ന് പറയുന്നത് M. സ്വരാജാണ് തൃപ്പൂണിത്തുറയുടെ, ആ MLA-യുമായി കൂട്ടുചേർന്നുകൊണ്ട് വീണ്ടും തിരിച്ചൊരു പ്രപ്പോസൽ, ഒരു അപേക്ഷ കൊടുക്കുകയാണ് കൊച്ചി മെട്രോയോട്, ഞങ്ങൾക്ക് ഇത് ചെയ്യാനായിട്ട് സാധിക്കില്ല. സ്വാഭാവികമായിട്ട് അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായതുകൊണ്ട് കൊച്ചി മെട്രോ പറഞ്ഞത് ഇതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായി, സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇനി ചെയ്യാൻ സാധിക്കുന്നത് മെട്രോ ഏറ്റെടുക്കുന്നതിന്, മെട്രോ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും മിനിമം സ്ഥലം എടുക്കാൻ മാത്രമേ മെട്രോയ്ക്ക് ഇനി സാധിക്കൂ എന്നൊരു തീരുമാനത്തിലെത്തി. അങ്ങനെയാണ് 22 മീറ്റർ റോഡ് എന്നുള്ളത് ആലുവ മുതൽ ഒരു കുഴപ്പവുമില്ലാതെ കോടാനുകോടി രൂപ വിലയുള്ള ഈ MG റോഡും ഈ പ്രധാനപ്പെട്ട സഹോദരൻ അയ്യപ്പൻ റോഡും എല്ലാം കടന്ന് അവിടെ എല്ലാം സ്ഥലം ഏറ്റെടുത്ത് തൃപ്പൂണിത്തുറയിൽ വന്നപ്പോൾ തൃപ്പൂണിത്തുറയിൽ മാത്രം 16 മീറ്റർ റോഡായിട്ട് ചുരുങ്ങി. ഇതിൻ്റെ ഉത്തരവാദികൾ ആരാ? ഇത് ശരിയാണോ എന്നറിയണമെങ്കിൽ നമ്മൾ അധികമൊന്നും വലിയ പബ്ലിക് ഡോക്യുമെന്റ് അന്വേഷിച്ച് വിവരാവകാശ രേഖ ഒന്നും തപ്പിപ്പോണ്ട. ഇതിന് മുമ്പത്തെ ഇപ്പോൾ വരുന്നത് രമാ സന്തോഷ് എന്ന് പറയുന്ന ചെയർപേഴ്സണാണ്. അതിന് തൊട്ട് മുമ്പുള്ള ചെയർപേഴ്സന്റെ ഫേസ്ബുക്ക് പേജിൽ പോയി ആ സമയത്തുള്ള പോസ്റ്റുകൾ നിങ്ങൾ പരിശോധിച്ചാൽ മതി. ഇത് രണ്ടും ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ ഏറ്റെടുക്കാൻ പോകുന്നു, സ്ഥലം ഏറ്റെടുക്കാൻ പോകുന്നു, മെട്രോയ്ക്ക് വേണ്ടിയിട്ടുള്ള ലാസ്റ്റ് റീച്ചിലേക്കുള്ള സ്ഥലം ഏറ്റെടുക്കാൻ പോകുന്നു എന്ന് അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളെ കൊണ്ട് ഇതിട്ടാവില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചൊരു അപേക്ഷ കൊടുക്കാൻ പോകുന്നതിൻ്റെ പോസ്റ്റ് വിട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഇതിന് മുമ്പുണ്ടായിരുന്ന ചെയർപേഴ്സന്റെ ഫേസ്ബുക്ക് ഹാൻഡിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, ഇതേ ആള് തന്നെ ഈ ലാസ്റ്റ് റീച്ചിലേക്കുള്ള SN ജംഗ്ഷൻ മുതൽ തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷൻ വരെ വരുന്ന അവസാനത്തെ തൃപ്പൂണിത്തുറ മെട്രോ സ്റ്റേഷന്റെ റീച്ചിലേക്കുള്ള സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് നഗരസഭ ഏറ്റെടുക്കാൻ പോകുന്നു എന്ന് പറയുന്നതിന്റെ പോസ്റ്റും അതിലുണ്ട്. അതേപോലെ തന്നെ ഇത് ഞങ്ങളെ കൊണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ച് ഒരു അപേക്ഷ കൊടുക്കാൻ പോകുന്നതിന്റെ പോസ്റ്റും അവർ തന്നെ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഇതെല്ലാം പബ്ലിക് ഡോക്യുമെന്റ് ആയിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അല്ല, യഥാർത്ഥത്തിൽ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ആരെയെങ്കിലും സംരക്ഷിക്കാനോ അല്ലെങ്കിൽ അത്രയും ഒരു സ്ഥലം ഏറ്റെടുക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ആ സ്ഥലം ആയി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള ഒരു അഴിമതിയോ മറ്റു കാര്യങ്ങളോ ഇതിൽ സംശയിക്കുന്നുണ്ടോ? അല്ല, അങ്ങനെ അല്ലാതെ ഇത് എന്തുകൊണ്ടാണെന്ന് പറയാൻ സാധിക്കും. അഴിമതിയും അല്ലെങ്കിൽ കമ്മീഷനും അടിക്കാൻ വേണ്ടിയിട്ടല്ലാതെ എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുക? ഒരു സാധാരണ ബുദ്ധിയിൽ ആരാണ് ഇത് ചെയ്യുക? അപ്പൊ അതിന്റെ പുറകിൽ വലിയ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന CPM-ന്റെ ഉന്നത നേതാക്കന്മാരുടെ ഐഡിയ ആണിത്. അന്ന് സ്വരാജ് അടക്കം ഒരുപക്ഷെ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ അങ്ങനെ ആയിരിക്കണം ഒരാളെന്ന് ചിന്തിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു സീമന്തപുത്രനെ പോലെ പോകുന്ന ഒരാളാണ് സ്വരാജ്. അപ്പൊ എല്ലാ വിധത്തിലും അങ്ങനെ ഒരാള് വരുമ്പോൾ ഇതിന്റെ പുറകിൽ അങ്ങനെ വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ എന്താണ് സംശയം? അഴിമതി അല്ലാതെ ഇതിൽ എന്താണ് ഇവരുടെ ലക്ഷ്യം?